കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ. കുളിക്കുമ്പോൾ എന്താ ഇത്രയ്ക്ക് ശ്രദ്ധിക്കാൻ? ഒരു കുളിയിൽ എന്തിരിക്കുന്നു എന്ന് പറയാൻ വരട്ടെ. ദിവസവും കുളിക്കുക എന്നത് ശരീര ശുചിത്വം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. ശരീര ദുർഗന്ധം അകറ്റാനും ഉന്മേഷം പ്രദാനം ചെയ്യാനും ദിവസേനയുള്ള കുളി നമ്മളെ സഹായിക്കുന്നു. എന്നാൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് അറിയാം. വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. 1. ചൂടുവെള്ളത്തിൽ കുളിക്കരുത്. കഴിവതും നോർമൽ വെള്ളത്തിൽ തന്നെ നിങ്ങൾ കുളിക്കാൻ ശ്രമിക്കുക. ഇനി തണുപ്പോ വയ്യായികയോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രം നേരിയ ചൂടുവെള്ളം ഉപയോഗിക്കാം. ചൂടുവെള്ളം ഒരുപാട് ഉപയോഗിക്കുന്നത് ഒരിക്കലും സ്കിന്നിന് നല്ലതല്ല. അതുകൊണ്ട് അവ ഒഴിവാക്കുക. 2. ദിവസവും സോപ്പ് തേച്ച് കുളിക്കരുത്. കാൽ, കൈ, തുട, മുതുക് എന്നിവിടങ്ങളിൽ സോപ്പ് ഇടയ്ക്കിടെ ഇടുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഡെയിലി സോപ്പ് ഉപയോഗിച്ചാൽ ശരീരത്തിലുള്ള നാച്ചുറൽ സെബം നഷ്ടപ്പെടാൻ കാരണമാകും. ഡെയിലി സോപ്പ് ഉപയോഗിച്ച് ഇവ നഷ്ടപ്പെടുത്തിയാൽ എക്സിമ, ഡെർമറ്റൈറ്റിസ് പോലുള്ള പലതരം രോഗങ്ങളും വരാൻ കാരണമാകും. അതിനാൽ ബോഡി വാഷ് ഉപയോഗിച്ച് മുഴുവൻ ശരീരവും വൃത്തിയാക്കുക. കക്ഷങ്ങളും ജനനേന്ദ്രിയ ഭാഗങ്ങളും ചെവിക്ക് പുറകിലും കാൽവിരലുകൾക്കിടയിലും പുറം ഭാഗവും കഴുകി വൃത്തിയാക്കാൻ മറക്കാതെയും ഇരിക്കുക. 3. ഒന്നിൽ കൂടുതൽ തവണ കുളിക്കരുത്. 2-3 വട്ടം ഡെയിലി കുളിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. നന്നായി വിയർത്താൽ മാത്രം 2 തവണയൊക്കെ കുളിച്ചാൽ മതിയാകും. അധികം വിയർക്കാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1 തവണ കുളിച്ചാൽ മതിയാകും. 4. ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് കുളിക്കാവുന്നതാണ്. ചിലർ പറയാറുണ്ട് ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് കുളിക്കരുത്, അസുഖങ്ങൾ പിടിപെടാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ. എന്നാൽ ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. വെള്ളം മിക്സ് ചെയ്ത് കുളിക്കാവുന്നതാണ്. എന്നാലും ഏറ്റവും നല്ലത് നോർമൽ വാട്ടറിൽ കുളിക്കുന്നത് തന്നെയാണ്. 5. ചകിരി, പയറുപൊടി എന്നിവ അമിതമായി ഉപയോഗിക്കരുത്. ചിലർ പറയുന്നത് കേൾക്കാം, ചകിരി തേക്കാതെ കുളിക്കാൻ കഴിയില്ല, വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ. എന്നാൽ പയറുപൊടി, ചകിരി എന്നിവ ശരീരത്തിൽ അമിതമായി തേച്ച് ഉരയ്ക്കരുത്. ഒരുപാട് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ ഭാവിയിൽ സ്കിൻ അലർജി പോലുള്ള അവസ്ഥകൾ വരാൻ കാരണമായേക്കാം. 6. കുളിക്കുന്ന ഷവർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. എല്ലാ വീടുകളിലും ഇപ്പോൾ ഷവർ ഉണ്ടാവും. നമ്മൾ അതിലാവും കുളിക്കുന്നതും. എന്നാൽ ഇത് ആരും ഇളക്കി കഴുകാറില്ല. ഇതിനുള്ളിൽ ഫംഗസ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾക്ക് ഷവർ ഒന്ന് ഇളക്കി നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. മാസത്തിൽ 1-2 തവണയെങ്കിലും ഇവ ഇളക്കി വൃത്തിയാക്കുക. 7. ടവൽ വെയിലത്തിട്ട് ഉണക്കുക. കുളി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ബെഡിലേക്കും ചെയറിലേക്കും ഒക്കെ ടവൽ വലിച്ചെറിയുന്നത് കാണാം. എന്നാൽ ഇനി അങ്ങനെ ചെയ്യരുത്. വെയിലത്ത് നിവർത്തി വിരിച്ചിട്ട് ഉണക്കുക. സോഫ്റ്റായ ടവലുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ സാധാരണയായി നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. ഇനി കുളിക്കുമ്പോൾ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മറ്റനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.